ഹായ്, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു ചായ കുടിച്ച് ഫ്രഷായി ഞങ്ങൾ ആഹാരം കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. വിളിച്ച് അതിന് ആഹാരം നമുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വയ്ക്കാൻ വേണ്ടി. ഇന്ന് പ്രിൻസി പനീർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പനീറും ജീര റൈസുമാണ്. എങ്ങനെ പ്രിൻസി ഇത് ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റുമോ? പനീരിൻ്റെ റെസിപ്പി കഴിക്കുന്നുണ്ടോ? റെസിപ്പി ഉണ്ടാക്കാനുണ്ടോ? ആദ്യം ഉള്ളി വഴറ്റണം. പിന്നെ എത്ര ഉള്ളി എടുത്തു? ഒരു 3 ഉള്ളി. അപ്പോഴും ഇത് ഗ്രേവിക്ക് വേണ്ടി ഇതാക്കണം. പിന്നെ 2 തക്കാളി എടുത്തു. തക്കാളി ഇല്ല, പുളി കിട്ടാൻ വേണ്ടി. തക്കാളി 1.5 എടുത്തു. ഓക്കെ, മീഡിയം സൈസ് തക്കാളിയാണോ? അഡീഷൻ വരെ കഴിഞ്ഞു. പിന്നെ വേറെ വിശേഷം എന്തുവാ? കമ്പനി നല്ല സുഖമായിരുന്നു. ചൂടാണ്ട് രക്ഷയില്ല. ചോറ് വെച്ചിട്ടുണ്ടോ? നല്ലതായിട്ട് വരും. ബ്രിൻസിയുടെ ഫേവറേറ്റ് സീരിയലാണ് ഇന്ത്യയുടെ താരക് മേത്ത കാ ഉൽട്ടാ ചശ്മ. അതുകൊണ്ട് പിന്നെ ബ്രിൻസിക്ക് വേറൊന്നും വേണ്ട. താരക് മേത്ത ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയാം. താരക് മേത്തയുടെ എക്സ്പീരിയൻസ് പറയാമോ? കോമഡിയാണ്. കോമഡി എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ട്. ഇത് എന്താ പറയുന്നത്, വേൾഡ് ഫേമസ് ഉള്ള സീരിയലാണ് താരക് മേത്ത. ബ്രിൻസി താരക് മേത്ത കാണുന്നതിനുള്ള സൗകര്യത്തിന് പ്ലേറ്റ് കൊണ്ട് തീറ്റാക്കിയിരുന്നു. ഞാനെൻ്റെ പ്ലേറ്റ് കാര്യമാക്കി കഴിച്ചു കഴിഞ്ഞു. കറി കഴിഞ്ഞിട്ട് വരാം ഞാൻ. ഇപ്പം ബ്രിൻസിയുടെ പനീർ കറി കൂട്ടി ജീര റൈസ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബ്രിൻസി വെക്കുന്ന കറിയൊക്കെ അത്യാവശ്യം നല്ല കറികളുണ്ട്. നൈപുണ്യമുള്ള ആഹാരത്തിനൊന്നും കുഴപ്പമില്ല. നല്ല തമാശയല്ല, കാര്യങ്ങളൊക്കെ വെക്കുന്ന കറികളൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒത്തിരിയൊന്നും വെച്ചില്ലെങ്കിലും നല്ലതായിട്ട് വെക്കുന്നത്. ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അത് കാരണം ഭയങ്കര ചൂടാണ്. മഴ പെയ്തു, പക്ഷെ മഴ പെയ്തിട്ടും ഭയങ്കര ചൂടാണ്. നാട്ടിലെ അവസ്ഥ തന്നെ, ഒട്ടും ആവിയും. അപ്പം ബ്രിൻസി അങ്ങനെ ബ്രിൻസിനെ പേര് കാര്യമാക്കിയിരിക്കുകയാണ് വിജയകരമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പാത്രം കഴിവും എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയാലും കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറഞ്ഞത്.